ഹായ് ഓൾ, ക്വിറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു എക്സ്പ്രസ് ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ NDPC എക്സാമിൻ്റെ എല്ലാ ഷിഫ്റ്റുകളിലും ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുക ആവറേജിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത്. സോ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കുക. സോ അപ്പം ജനറലി നമുക്കറിയും അല്ലെ, ആവറേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ആവറേജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ശരാശരി എന്ന് പറയും. അപ്പം ആവറേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അവിടെ ഒരു ബാലൻസിങ് ആണ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് കൂടുതൽ ഉണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് കുറവായിരിക്കും. അവരെ എല്ലാവരെയും എന്താക്കും, നമ്മളൊരു ഈക്വൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റാണ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. സോ ഇപ്പം ഒരു 5 നമ്പർ തന്നു, 5 നമ്പറിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, സമ്മ് കാണുന്നു, ഡിവൈഡഡ് ബൈ 5 നമ്പേഴ്സ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എന്ത് കിട്ടും, ആവറേജ് കിട്ടും. ഇപ്പം ഒരു 2 നമ്പർ എടുക്കുകയാണ്. ഓക്കെ, അപ്പം 2 നമ്പർ എടുക്കുകയാണ്. 2 നമ്പർ 30, 40. എന്താണ് ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30ൻ്റെയും 40ൻ്റെയും ആവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്താൽ മതി, 30 + 40/2. 30 + 40/2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ അവിടെ എത്ര കിട്ടും, 35 കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിൻ്റെ ആവറേജ് കാണുക. നമുക്ക് എക്സാമിൽ ഇപ്പം നമ്പേഴ്സിൻ്റെ ആവറേജ് ചോദിക്കാം. അതല്ലാണ്ട് കുറച്ചും കൂടി ഒരു അരിത്മെറ്റിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ആവറേജിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം അവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ആൾക്കാരെയാണ്. ആ 3 ആൾക്കാർ, 1 ഓവറാൾ ആവറേജ്, 2 മിസ്സിംഗ് ആവറേജ്, 3 റീപ്ലേസ്മെന്റ്. ഈ 3 ആൾക്കാരെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവരെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ അടുത്ത ക്ലാസ്സിലായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഉണ്ടാകുക. ഓക്കെ, അപ്പം ഫസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഓവറാൾ ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഓവറാൾ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഹോൾ ആവറേജ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആവറേജ് വാല്യൂവിനെയാണ് ഓവറാൾ ആവറേജ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ ഒരു 20 ബോയ്സ് ഉണ്ട്. ഓക്കെ, ഒരു ക്ലാസ്സിൽ 20 ബോയ്സ് ഉണ്ട്. 20 ബോയ്സിൻ്റെ ആവറേജ് 30 ആണ്. അതേ ക്ലാസ്സിൽ തന്നെ ഒരു 30 ഗേൾസ് ഉണ്ട്. 30 ഗേൾസിൻ്റെ ആവറേജ് 40 ആണ്. സോ വാട്ട് ഈസ് ദ ഓവറാൾ ആവറേജ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസിൻ്റെ ആവറേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓവറാൾ ആവറേജ് എന്ന് വിളിക്കുന്നത്. അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും കൂടി ആവറേജ് വാല്യൂവിനെയാണ് ഓവറാൾ ആവറേജ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പം ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണ്, നമുക്ക് നോർമലി അറിയും ആവറേജ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ മതി. അപ്പം 20 ബോയ്സിൻ്റെ ആവറേജ് 30 ആണെങ്കിൽ അവരുടെ സമ്മ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 20 × 30 ചെയ്യുന്നു. അതേപോലെ 30 ഗേൾസിൻ്റെ ആവറേജ് 40 ആണെങ്കിൽ സമ്മ് കാണാൻ എന്ത് ചെയ്യുന്നു, 30 × 40 ചെയ്യുന്നു. ക്ലിയർ? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടും. അതിനെ ഡിവൈഡഡ് ബൈ അല്ലെ, വാട്ടെവർ, നമ്മൾ എന്തായാലും ആ മെത്തേഡിലല്ല ചെയ്യാൻ പോകുന്നത്, ആ ജനറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. ആ ഒരു ടോട്ടൽ സമ്മിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ കൗണ്ട്. ടോട്ടൽ കൗണ്ട് എത്ര ആൾക്കാരാണ്, 20 + 30 50 പേരാണ് അല്ലേ. ആ ഒരു സമ്മിനെ 50 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പം ആവറേജ് വാല്യൂ കിട്ടും. അവിടെയൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ടൈം നമുക്ക് കൂടുതലായിട്ട് എടുക്കും. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ലാസ്റ്റ് ഇപ്പം SSC എക്സാമിനാണെങ്കിലും സ്റ്റുഡൻസിനൊക്കെ ഫേസ് ചെയ്തൊരു വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് QAയിൽ കാൽക്കുലേഷൻ ടൈം കൂടുതലായിരുന്നു. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ബട്ട് മിക്ക ക്വസ്റ്റ്യൻസും എന്തായിരുന്നു, കാൽക്കുലേറ്റീവ് ആയിരുന്നു. ആ സെയിം കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതേ മോഡലിൽ തന്നെ മേ ബി RRB NDPCയിലും വരാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ നമ്മൾ കാൽക്കുലേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അസ്യൂം മെത്തേഡ് അല്ലെങ്കിൽ ഡീവിയേഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകുക. ഇനിയും ഫസ്റ്റ് തിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവറേജ് കാണാൻ നമ്മൾ നേരത്തെ എടുത്ത നമ്പർ എത്രയായിരുന്നു, 20യും 30യും ആയിരുന്നു അല്ലേ. അപ്പം അവിടെ ആവറേജ് കാണാൻ നമുക്ക് നമ്പറിൻ്റെ ആവശ്യമില്ല, നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ മതി. അതുകൊണ്ട് നമ്മൾ 20യും 30യും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെടുത്താൽ മതി, 2ഉം 3യും. ആദ്യത്തെ ടീമിൻ്റെ ആവറേജ് 30 ആണ്, രണ്ടാമത്തെ ടീമിൻ്റെ ആവറേജ് 40 ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. ബെറ്റർ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇനിയും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു 35 അസ്യൂം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓവറാൾ ആവറേജ് കാണുക എന്ന് പറഞ്ഞാൽ 2 + 3 അല്ലേ, അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും കൂടി ആവറേജ് ആണ് കാണുന്നത്. സോ 2 + 3 5 മെമ്പേഴ്സിൻ്റെ ആവറേജിനെയാണ് നമ്മൾ ഓവറാൾ ആവറേജ് എന്ന് വിളിക്കുന്നത്.
സോ ഞാനൊരു കാര്യം ചെയ്യുന്നു, 30 അസ്യൂം ചെയ്യുന്നു. 30 അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആവറേജ് 30 ആണെന്ന് നമ്മൾ ഗസ് ചെയ്യാണ്. അതായത് അവിടുത്തെ ഓവറാൾ ആവറേജ് 30 ആണെന്ന് ഗസ് ചെയ്യാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെക്കിംഗ് ആണ്. അവിടെയുള്ള എല്ലാവർക്കും 30 ഉണ്ടോ, എന്താ അവരുടെ സ്റ്റാറ്റസ്, 30യേക്കാളും കൂടുതലാണോ 30യേക്കാളും കുറവാണോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ നോക്കൂ, നമ്മൾ അസ്യൂം ചെയ്ത 30 തന്നെയാണിത്. അവിടെ പ്ലസും ഇല്ല മൈനസും ഇല്ല, ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു നമ്പർ അസ്യൂം ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഒരു സൈഡ് നമ്മൾ ഫ്രീ ആയി. അടുത്തത് നോക്കൂ, 40 എന്ന് പറയുമ്പം നമ്മൾ അസ്യൂം ചെയ്ത 30യേക്കാളും എന്ത് കൂടുതലാണ്, 10 കൂടുതലാണ്. സോ നമ്മൾ 10 കൂടുതലുള്ള എത്ര ആൾക്കാർ അവിടെ ഉണ്ട്, 3 പേരുണ്ട് അല്ലേ. 10 കൂടുതലുള്ള 3 പേർ എന്ന് പറയുമ്പം 10 into 3 എന്ത് പ്ലസ് ആയിരിക്കും, 30 എക്സസ് കിട്ടും നമുക്കവിടെ അല്ലേ. അപ്പോൾ ആക്ച്വലി അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ 30 ആണ് അസ്യൂം ചെയ്യുന്നത് എങ്കിൽ അവിടെയുള്ള എല്ലാവരെയും നമ്മൾ എന്താക്കുന്നു, എല്ലാവർക്കും എക്സാക്ട്ലി എന്ത് മാത്രം ഡെലിവറി ചെയ്യുന്നു, 30 മാത്രം ഡെലിവറി ചെയ്യുന്നു. ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വെക്കുന്നു. അതാണ് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ലോജിക്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് മാറ്റി 30 എഴുതിയത്. സോ ആക്ച്വൽ വാല്യൂ എന്തായിരുന്നു, 40 ആയിരുന്നു. അപ്പം ഇവിടുന്ന് നമുക്ക് 10 പ്ലസ് 3 പേർക്ക്, സോ 30 എക്സസ് കിട്ടി അല്ലേ. ആവറേജിൻ്റെ കോൺസെപ്റ്റ് തന്നെ ഈക്വൽ ഷെയറിംഗ് ആണ് അല്ലേ. എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ ആ കൂടുതൽ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഷോർട്ടേജ് ആണെങ്കിൽ അല്ലെ, ഡെഫിസിറ്റ് ആണെങ്കിൽ ആ ഡെഫിസിറ്റ് എല്ലാവരും കൂടി ഈക്വലി മാനേജ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കൊരു 30 എക്സസ് കിട്ടി. സോ ആ 30 എക്സസ് എത്ര പേര് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ, നമ്മൾ എത്ര ആൾക്കാരുടെ ആവറേജാണ് കാണുന്നത്, 5 പേരുടെ. അതിനെയാണ് ഓവറാൾ ആവറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സസ് ഉള്ള 30 5 പേരും കൂടി ഈക്വലി ഷെയർ ചെയ്യുന്നു. സോ ഓവറാൾ ആവറേജ് എത്ര കിട്ടും, 30 പ്ലസ് 30/5ൻ്റെ വാല്യൂ 6 ആണ്. സോ 36 ആൻസർ കിട്ടും. ക്ലിയർ? ഇതാണ് ഓവറാൾ ആവറേജ് എന്ന് പറയുന്നത്. അപ്പം 2 അതിൽ കൂടുതലോ ആൾക്കാരുടെ ആവറേജിനെ നമ്മൾ ഓവറാൾ ആവറേജ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ ഗ്രൂപ്പുകളുടെ കമ്പൈൻഡ് ആവറേജിനെ നമ്മൾ എന്ത് വിളിക്കും, ഓവറാൾ ആവറേജ് എന്ന് വിളിക്കും. ആക്ച്വലി ഈ മിക്സ്ചർ എന്ന് പറഞ്ഞാലും ഓവറാൾ ആവറേജ് എന്ന് പറഞ്ഞാലും ഒരേ ആളെ തന്നെയാണ്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്, പേര് മാത്രമേ മാറുന്നുള്ളൂ. മിക്സ്ചറിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് എന്താണ്, ഓവറാൾ ആവറേജ് വാല്യൂ ആണ് കാണേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി എടുക്കുന്നു. നോക്കൂ, ഒരു 50 മെമ്പേഴ്സിൻ്റെ ആവറേജ് 20 ആണ്. ഒരു 30 മെമ്പേഴ്സിൻ്റെ ആവറേജ് 25 ആണ്. അടുത്തൊരു നെക്സ്റ്റ് 20 മെമ്പേഴ്സിൻ്റെ ആവറേജ് 30 ആണ്. വാട്ട് ഈസ് ദ ഓവറാൾ ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചുകൂടെ? നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് തിങ് ആവറേജ് കാണാൻ നമ്പറിൻ്റെ ആവശ്യമില്ല, നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ മതി. ആദ്യമേ അത് മനസ്സിലാക്കുക. സോ 0 zeros നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ 3 ആൾക്കാർ തമ്മിലുള്ള റേഷ്യോ എന്ത് കിട്ടും, 5:3:2. ഓവറാൾ ആവറേജ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും കൂടി ആവറേജ് ആണ്. മൊത്തം ആ ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, 5 + 3 + 2 എന്ന് പറയുമ്പോൾ 10 മെമ്പേഴ്സ് ഉണ്ട്. 10 മെമ്പേഴ്സിൻ്റെ ആവറേജ്. സോ ഈ 3 വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. ബെറ്റർ എന്ത് ചെയ്യുന്നു, നടുക്ക് നിൽക്കുന്ന ആളെ അസ്യൂം ചെയ്യുന്നു. സോ ഞാൻ 25 അസ്യൂം ചെയ്യുന്നു. 25 അസ്യൂം ചെയ്താൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെയുള്ള എല്ലാവർക്കും 25 ഉണ്ടോ എന്നുള്ളൊരു ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. കുറവാണെങ്കിൽ ആ കുറവ് മാർക്ക് ചെയ്ത് വെക്കുക, കൂടുതലാണെങ്കിൽ ആ കൂടുതൽ മാർക്ക് ചെയ്ത് വെക്കുക. അത്രേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ 20 നമുക്ക് വേണ്ടത് 25 ആയിരുന്നു. ഇവരുടെ കയ്യിൽ എന്തേ ഉള്ളൂ, 20 ഉള്ളൂ. എത്ര കുറവാണ്, 5 കുറവാണ് 5 പേർക്ക്. 5 × 5 എന്ത് മൈനസ് ആയിരിക്കും, 25 മൈനസ് ആയിരിക്കും. 25 നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ടച്ച് ചെയ്യേണ്ട. 30 എന്ന് പറയുമ്പം 5 കൂടുതലായിരിക്കും 2 പേർക്ക്. 5 × 2 എന്തായിരിക്കും, +10 ആയിരിക്കും. സോ അപ്പം -25ഉം +10ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, -25ഉം +10ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് -15 കിട്ടും. സോ -15 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, -15 കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ദാ ഇവിടെയുള്ള 10 പേർക്കും എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, 25 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് എന്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, 15ൻ്റെ ഷോർട്ടേജ് ഉണ്ട്. സോ 15 കുറവാണെങ്കിൽ ആ കുറവ് എല്ലാവരും കൂടി മാനേജ് ചെയ്തേ പറ്റൂ. സോ അപ്പോൾ അവിടുത്തെ ഓവറാൾ ആവറേജ് 25 - 15 / 10 വരും. സോ 15/10 1.5 ആണ്. 25 - 1.5 ചെയ്യുമ്പം ഓവറാൾ ആവറേജ് എന്ത് കിട്ടും, 23.5 കിട്ടും. ക്ലിയർ? അതാണ് ഓവറാൾ ആവറേജ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് NDPCയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഓവറാൾ ആവറേജ് വാല്യൂ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രീവിയസ് ഇയറിൽ. അപ്പം അത് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് ഈ ഒരു ഓവറാൾ ആവറേജിൻ്റെ കോൺസെപ്റ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ മിസ്സിംഗ് ആവറേജ് എന്താണെന്ന് പറയും, അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ റീപ്ലേസ്മെൻ്റ് ആണ്.
കോൺസെപ്റ്റ് പറയും, അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം നേരെ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന 3-4 ക്വസ്റ്റ്യൻസ് ഓവറാൾ ആവറേജ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആവറേജ് ഏജ് ഓഫ് ദ ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 16. ഗേൾസ് എത്രയാണ്? 15. ഹോൾ ക്ലാസിന്റെ ആവറേജ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. ഒരു ക്ലാസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഓവറാൾ ആവറേജ് ആണ്. ആരുടെയൊക്കെ ഓവറാൾ ആവറേജ് ആണ്? ബോയ്സിന്റെയും ഗേൾസിന്റെയും. ഇവിടെ നമുക്ക് ബോയ്സിന്റെ ആവറേജ് 16 തന്നു, ഗേൾസിന്റെ ആവറേജ് എന്ത് തന്നു? 15 തന്നു. വാട്ട് ഈസ് ദ ഓവറാൾ ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കനോട്ട് ബി കമ്പ്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. കാരണം എന്താണ്? യൂഷ്വലി നമുക്കറിയാം ആവറേജ് കാണാൻ ഈ 2 നമ്പേഴ്സും കൂടി കൂട്ടിയിട്ട് by 2 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെയായിരുന്നുവെങ്കിൽ എന്നറിയോ? ഇത് ഒരു ബോയും ഇതൊരു ഗേളും ആയിരുന്നുവെങ്കിൽ. ആക്ച്വലി ഈ 16 എന്ന് പറയുന്ന ആവറേജ് ആരുടെ ആവറേജ് ആണ്? ഒരു സെറ്റ് ഓഫ് പീപ്പിളിന്റെ ആവറേജ് ആണ്. അതായത് ബോയ്സിന്റെ ആവറേജ് ആണ് 16. ബോയ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ്. ഈ 15 എന്ന് പറയുന്നത് ഗേൾസിന്റെ ആവറേജ് ആണ്. ഗേൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള നമ്പറിന്റെ റേഷ്യോയിലും അറിഞ്ഞിരിക്കണം. ഈവൻ എക്സാക്ട് നമ്പർ വേണ്ട, ഇവർ തമ്മിലുള്ള റേഷ്യോ അറിഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ ഈ 2 ആൾക്കാർ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് വിചാരിക്കുക, 1:1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ആവറേജ് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഡയറക്റ്റ്ലി കാണാൻ പറ്റുമായിരുന്നു. സപ്പോസ് 2:3 ആണ് റേഷ്യോ എങ്കിൽ കിട്ടുന്ന ആൻസർ മറ്റൊന്നായിരിക്കും. അപ്പോൾ ഇവരുടെ നമ്പർ മാറുന്നതിനനുസരിച്ച് ഓവറാൾ ആവറേജും മാറിക്കൊണ്ടിരിക്കും. അത് തരാത്തത് കൊണ്ട് ആൻസർ എന്തായിരിക്കും? കനോട്ട് ബി കമ്പ്യൂട്ടഡ് ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ മനസ്സിലാക്കുക, ഇൻഡിവിജ്വൽ അല്ല ഗ്രൂപ്പ് ആണ് എങ്കിൽ ആവറേജ് കാണാൻ ആ ഗ്രൂപ്പിന്റെ നമ്പറോ അല്ലെങ്കിൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോ തന്നിരിക്കണം. അതില്ല എങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആവറേജ് വെയിറ്റ് ഓഫ് 16 ബോയ്സ് തന്നു, 8 ഗേൾസ് തന്നു. ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ് അല്ലേ. അപ്പം ഇവിടെ നോക്കൂ, ബോയ്സിന്റെ എണ്ണമുണ്ട്, ഗേൾസിന്റെ എണ്ണമുണ്ട്. സോ നോ ഇഷ്യൂ. ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 16 ആണ്. ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 8 ആണ്. ബോയ്സിന്റെ ആവറേജ് 50 ആണ്. ഗേൾസിന്റെ ആവറേജ് എത്രയായിരുന്നു? 47 ആണ്. ഈവൻ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ എഴുതുമ്പം പോലും 16ഉം 8ഉം എഴുതാണ്ടിരിക്കുക. കാരണം 16, 8 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എന്താ റേഷ്യോ വരുന്നത്? 2:1. സോ എഴുതുമ്പം ബെറ്റർ 2:1 തന്നെ ഡയറക്റ്റ്ലി എഴുതുക. ഓക്കെ, ഓവറാൾ ആവറേജ് കാണാൻ അല്ലെ 2 + 1 3 മെമ്പേഴ്സിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. ഓവറാൾ ആവറേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ അസ്യൂം ചെയ്യുന്നു. ഞാൻ 47 അസ്യൂം ചെയ്യുന്നു. സോ 50 എന്ന് പറയുമ്പോൾ എത്ര പ്ലസ് ആണ്? 3+ ആണ്. 47നേക്കാളും എത്ര പേർക്കുണ്ട്? 2 പേർക്ക്. സോ അപ്പോൾ ഇവിടെ കിട്ടിയ ആ ഒരു +3 × 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 2 6+ ആയിരിക്കും. ആ ഒരു 6+ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആണ്? 3 മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്യുന്നു. സോ അപ്പോൾ നമുക്കവിടെ ആൻസർ കിട്ടുക 47 + 2. 47 + 2 ചെയ്താൽ എത്ര കിട്ടും? 49 കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആവറേജ് വെയിറ്റ് ഓഫ് 6 സ്റ്റുഡൻസ് ഈസ് 50. ആദ്യത്തെ 6 സ്റ്റുഡൻസിന്റെ ആവറേജ് 50, അടുത്ത 2 സ്റ്റുഡൻസിന്റെ ആവറേജ് 51 ആൻഡ് ലാസ്റ്റ് 2 സ്റ്റുഡൻസിന്റെ ആവറേജ് 55. ഫൈൻഡ് ദ ഓവറാൾ ആവറേജ്. സോ ഓവറാൾ ആവറേജ് എന്ന് പറഞ്ഞാൽ 6 + 2 + 2 എത്ര മെമ്പേഴ്സിൻ്റെ ആണ്? 10 മെമ്പേഴ്സിൻ്റെ ആണ്. വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. ആക്ച്വലി 2 കൊണ്ടുള്ള കട്ടിങ്ങിൽ നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് വലിയ സമയലാഭമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ 2 കട്ട് ചെയ്യാത്തത്. സോ 10 മെമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ എന്തെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യുന്നു. ഞാൻ 50 അസ്യൂം ചെയ്തു. 50 ആണ് അസ്യൂം ചെയ്യുന്നത് എങ്കിൽ 51 എത്ര പ്ലസ് ആണ്? 1 പ്ലസ് ആണ്. എത്ര മെമ്പേഴ്സിന്? 2 മെമ്പേഴ്സിന്. സോ 1 × 2 + 2 കിട്ടും. 55 എത്ര പ്ലസ് ആണ്? 5 പ്ലസ് ആണ്. 2 മെമ്പേഴ്സിന്. 5 × 2 എന്ത് പ്ലസ് കിട്ടും? 10 പ്ലസ് കിട്ടും. സോ ടോട്ടലി നമുക്കവിടെ എന്താണ് പ്ലസ് കിട്ടുന്നത്? 10 + 2 12 പ്ലസ് കിട്ടും. ദാറ്റ് മീൻസ് നോക്കൂ, ഈ പറഞ്ഞ എല്ലാവരെയും നമ്മൾ എന്താക്കി? ഈ പറഞ്ഞ എല്ലാവരെയും നമ്മൾ 50 കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ 12 എക്സസ് ആണ്. സോ ആ എക്സസ് ഉള്ള 12 നമ്മൾ എന്ത് ചെയ്യണം? അവിടെയുള്ള എല്ലാവർക്കും 10 മെമ്പേഴ്സിനും ഈക്വലി ഷെയർ ചെയ്യണം. സോ അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുക 50 + 1.2. സോ ആൻസർ വരിക 51.2 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അഗെയിൻ ഓവറാൾ ആവറേജ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതേ ഓവറാൾ ആവറേജ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസിക്യൂട്ടീവായിട്ട് ചെയ്തു വരുന്നത്. നോക്കൂ, 5 pants 25 ആണ്, 10 ഷർട്ട് 50 ആണ്, 15 ഡൈസ് 35 ആണ്. ഫൈൻഡ് ദ ആവറേജ് പ്രൈസ് ആണല്ലേ.
അപ്പം നമുക്ക് നോക്കൂ 5, 10, 15. സോ നമുക്ക് നമ്പർ എന്ത് കൊടുക്കാം? 5, 10, 15 എന്ന് പറയുമ്പോൾ നമ്പർ എന്ത് കൊടുക്കാം? 1, 2, 3 കൊടുക്കാം. സോ 5ന് പകരം 1, 10ന് പകരം 2, 15ന് പകരം 3. സോ ആദ്യത്തെ പ്രൈസ് 25, രണ്ടാമത്തെ പ്രൈസ് എത്രയായിരുന്നു? 50, ആൻഡ് ലാസ്റ്റ് വണ്ണിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? 35. സോ ഫൈൻഡ് ദ ഓവറാൾ ആവറേജ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പം ഓവറാൾ ആവറേജ് എന്ന് പറഞ്ഞാൽ 3 + 2 + 1 എത്ര ആൾക്കാരുടെ ആവറേജ് ആണ്? 6 മെമ്പേഴ്സിൻ്റെ ആവറേജ്. ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യുന്നു. ബെറ്റർ ഞാൻ നടുക്ക് നിൽക്കുന്ന വാല്യൂ 35 കൊടുത്തു. 35 ആണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ 25 എന്ത് മൈനസ് ആണ്? 10 മൈനസ് ആണ് ഒരാൾക്ക്. സോ അവിടെ -10. 50 എന്ന് പറയുമ്പം എത്ര പ്ലസ് ആണ്? 15 പ്ലസ് ആണ് 2 പേർക്ക്. 15 × 2 ചെയ്താൽ എത്ര കിട്ടും? 30 പ്ലസ് കിട്ടും. ഇവിടെ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. സോ +30യും -10ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? +30യും -10ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ +20 കിട്ടും. ആ ഒരു +20 എത്ര പേർക്ക് ഡിവൈഡ് ചെയ്യുന്നു? 6 മെമ്പേഴ്സിന് അല്ലേ. 20/6 എന്ന് പറഞ്ഞാൽ 10/3 ആണ്. ദാറ്റ് മീൻസ് 3.33 വരും. സോ അപ്പോൾ ആൻസർ വരിക 35 + 3.33. ആൻസർ എത്ര കിട്ടും? 38.33. ക്ലിയർ? ഓക്കെ, അടുത്തത് പറയാനുള്ളത് മിസ്സിംഗ് ആവറേജ് ആണ് അല്ലേ. മിസ്സിംഗ് ആവറേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിസ്സിംഗ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം എന്തായിരുന്നു? നമുക്ക് 2 or 3 ഗ്രൂപ്പ് തന്നു. ആ ഗ്രൂപ്പുകളുടെ എല്ലാത്തിൻ്റെയും കൂടി ഓവറാൾ ആവറേജ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ മിസ്സിംഗ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവറാൾ ആവറേജ് തരും. അതിനകത്ത് ഏതെങ്കിലും ഒരു ടീമിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു റിവേഴ്സ് പാറ്റേൺ. അപ്പം അതാണ് നമ്മൾ മിസ്സിംഗ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഒരു ടീമിലെ 5 മെമ്പേഴ്സിൻ്റെ ആവറേജ് 30 ആണ്. നെക്സ്റ്റ് 3 മെമ്പേഴ്സിൻ്റെ ആവറേജ് 34 ആണ്. നെക്സ്റ്റ് 2 മെമ്പേഴ്സിൻ്റെ ആവറേജ് മിസ്സിംഗ് ആയിരിക്കും. സോ ഫൈനലി നമുക്ക് 10 മെമ്പേഴ്സ്, ടോട്ടൽ 10 മെമ്പേഴ്സ് ആണ് അല്ലേ. 10 മെമ്പേഴ്സിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ടാവും. 10 മെമ്പേഴ്സിൻ്റെ ആവറേജ് സംതിങ് ഒരു 35 തന്നു. അങ്ങനെയാണെങ്കിൽ ആ 2 പേരുടെ ആവറേജ് എത്ര? അതിനെയാണ് നമ്മൾ മിസ്സിംഗ് ആവറേജ് എന്നുള്ളൊരു ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ 2 പേരുടെ ആവറേജ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 35 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറാൾ ആവറേജ് ആണ് അല്ലേ. അതായത് ഫൈനൽ ആവറേജ് ആണ്. അതിനർത്ഥം അവിടെയുള്ള 10 മെമ്പേഴ്സിനും എന്ത് വെച്ചുണ്ട്? 35 വെച്ചുണ്ട്. അത് പ്രൂവ്ഡ് ആണ്, അത് ഫൈനൽ ആൻസർ ആണ്. അപ്പോൾ നമുക്ക് മിസ്സിംഗ് ഉള്ള ആളെ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഓവറാൾ ആവറേജ് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ ചെക്ക് ചെയ്താൽ മതി. അവിടെയുള്ള 10 ആൾക്കും നമുക്ക് എന്ത് കൊടുത്തേ പറ്റൂ? 35 കൊടുത്തേ പറ്റൂ. അപ്പോൾ നോക്കൂ, ഈ ഒരു 35 വെച്ച് ചെക്ക് ചെയ്യുമ്പം 30 എന്ന് പറയുമ്പോൾ എത്ര മൈനസ് ആയിരിക്കും? 5 മൈനസ് ആയിരിക്കും. എത്ര മെമ്പേഴ്സിന്? 5 മെമ്പേഴ്സിന്. സോ 5 × 5 എന്ത് മൈനസ് ആയിരിക്കും? 25 മൈനസ് ആയിരിക്കും. അതേപോലെ 34 എന്ന് പറഞ്ഞാൽ എന്ത് മൈനസ് ആയിരിക്കും? 1 മൈനസ് ആയിരിക്കും 3 മെമ്പേഴ്സിന്. 1 × 3 എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മൈനസ് ആയിരിക്കും? -3. സോ നോക്കൂ, നമ്മളിപ്പോൾ ഓൾറെഡി 5 + 3 8 മെമ്പേഴ്സിനെ ചെക്ക് ചെയ്തു. 8 മെമ്പേഴ്സിനെ ചെക്ക് ചെയ്തപ്പം അവിടെ എന്ത് ഷോർട്ടിലാണ് നിൽക്കുന്നത്? 28 മൈനസിലാണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു ടീമിന്, ഈ 5, 3 ഈ ടീമിന് ആവറേജ് 35 മെയിൻറ്റെയിൻ ചെയ്യാനില്ല. അവരുടെ കയ്യിൽ എന്ത് കുറവാണ്? 28 ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ വരുന്ന 2 ആൾക്കാർ 35 ആവറേജ് പിടിച്ചുകൊണ്ട് വന്നാൽ മതി. ഇപ്പം 235 എന്ന് പറഞ്ഞാൽ 2 ആളുടെ കയ്യിലും എന്തുണ്ട്? 35 ഉണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. ഈ വരുന്ന 2 ആൾക്കാർ 35 ആണ് കൊണ്ടുവരുന്നത് എങ്കിൽ അവരുടെ കാര്യം ഓക്കെ ആണ്. പക്ഷേ മുമ്പുണ്ടായിരുന്ന 8 പേരുടെ അവസ്ഥ വളരെ മോശമാണ്. അവരുടെ കയ്യിൽ എന്ത് കുറവാണ്? 28 കുറവാണ്. അപ്പം അവർക്ക് വേണ്ടത് ആരായിരിക്കണം ഡെലിവറി ചെയ്യേണ്ടത്? ഈ വരുന്ന 2 ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ മിസ്സിംഗ് ഉള്ള 2 ആൾക്കാരായിരിക്കും. ഈ മിസ്സിംഗ് ഉള്ള 2 ആൾക്കാർ ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവരെന്ത് കൊണ്ടുവരണം? +28 കൊണ്ടുവരണം. ആ ഒരു +28 എത്ര പേര് ചേർന്നാണ് കൊണ്ടുവരുന്നത്? 2 പേര് ചേർന്ന്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഓരോരുത്തരും എന്ത് കൊണ്ടുവരണം? 28/2 14 കൊണ്ടുവരണം. സോ വന്ന 2 പേരുടെ ആവറേജ് വരിക 35 + 14 ആയിരിക്കും. 35 + 14 ചെയ്യുമ്പം അല്ലേ നമുക്ക് 49 ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ? നമുക്ക് ഒരു എക്സാമ്പിളും കൂടി പറയാം. അത് ക്ലിയർ ആക്കിയിട്ട് നമുക്കിത് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറയുന്നു. നോക്കൂ, ഒരു 7 മെമ്പേഴ്സിൻ്റെ ആവറേജ് 40 ആണ്. ഒരു 5 മെമ്പേഴ്സിൻ്റെ ആവറേജ് 36 ആണ്. 7, 5 അഗൈൻ ഒരു 3 മെമ്പേഴ്സ്. ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആയി? 15 മെമ്പേഴ്സ്. ഓക്കെ, 15 മെമ്പേഴ്സിൻ്റെ ആവറേജ് തന്നു, ഒരു 38 തന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ,
അല്ലേ, ടോട്ടൽ 15 മെമ്പേഴ്സ് ആണുള്ളത്. ഓവറാൾ ആവറേജ് എത്രയാണ്? 38 ആണ്. അപ്പം ഈ മിസ്സിംഗ് ഉള്ള ആൾക്കാരുടെ ആവറേജ് കാണാൻ 38 ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ ചെക്ക് ചെയ്താൽ മതി. സോ ഓവറാൾ ആവറേജ് 38 ആണെങ്കിൽ ഇവിടെ 40 ആണ്. 40 എന്ന് പറയുമ്പോൾ എത്ര പ്ലസ് ആണ്? 2 പ്ലസ് ആണ് 7 പേർക്ക്. സോ 2 × 7, അവിടെ നിന്ന് നമുക്കൊരു 14 എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി. 36 എത്ര മൈനസ് ആണ്? 2 മൈനസ് ആണ് 5 മെമ്പേഴ്സിന്. അപ്പം 2 × 5 അവിടെ എന്ത് മൈനസ് ആയിരിക്കും? 10 മൈനസ് ആയിരിക്കും. സോ പ്ലസ് 14ഉം മൈനസ് 10ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? +4 കിട്ടും. +4 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഓൾറെഡി ഈ 7ഉം 5ഉം 12 ആൾക്കാരെ ചെക്ക് ചെയ്തു. 12 ആൾക്കാരെ ചെക്ക് ചെയ്തപ്പം അവർക്കെല്ലാം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റി? 38 കൊടുക്കാൻ പറ്റി. അതുകൂടാണ്ട് എക്സസ് എന്താണ്? 4 എക്സസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വരുന്ന 3 പേരും 38 കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി അവിടെ എന്ത് എക്സസിലാണ് നിൽക്കുന്നത്? 4 അവിടെ ബാലൻസ് ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെന്ത് ചെയ്താൽ മതി? 4 കുറച്ച് കൊണ്ടുവന്നാൽ മതി. എത്ര പേര് ചേർന്നാണ്? 3 പേര് ചേർന്ന്. സോ അപ്പോൾ അവരുടെ ആവറേജ് കാണാൻ അല്ലേ ഡിവിഷൻ ചെയ്യുക. എന്താണ്? മിസ്സിംഗ് ആവറേജ് കാണുമ്പോൾ നമ്മൾ ആരെ കൊണ്ടാണ് ഡിവിഷൻ ചെയ്യുന്നത്? എത്ര ആൾക്കാരാണോ മിസ്സിംഗ് ഉള്ളത് ആ നമ്പർ കൊണ്ടാണ് ഡിവിഷൻ ചെയ്യുക. ഓവറാൾ ആവറേജ് ചെയ്തപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ആ ടോട്ടൽ നമ്പർ കൊണ്ടായിരുന്നു ഡിവിഷൻ ചെയ്തത്. അപ്പം 38 മൈനസ് 4/3 വരും. 4/3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.33 ആണ്. സോ 38ൽ നിന്നും 1.33 കുറച്ച് കഴിഞ്ഞാൽ 36.66, റൗണ്ട് ചെയ്തിട്ട് 36 എന്ത് എഴുതാൻ പറ്റും? 67 എഴുതാൻ പറ്റും. ക്ലിയർ? ഓക്കെ, നമുക്കത് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കൂ, ആവറേജ് ഏജ് ഓഫ് 30 സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ആണ് 15. 6 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 16 ആണ്. റിമൈനിങ് 24 എത്ര എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ നോക്കൂ, 6 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 16 ആണ്. 24 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എത്ര എന്നാണ് ചോദ്യം. 30 സ്റ്റുഡൻസിൻ്റെ ആവറേജ് തന്നു 15. ക്ലിയർ? സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് ആ നമ്പർ എന്താക്കുക? കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്പറിനെ എന്താക്കുക? റേഷ്യോ ആക്കുക. സോ 6, 24, 30 നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 4, 5 അതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള നമ്പർ അങ്ങ് ഇറേസ് ചെയ്തേക്കുക, ഒഴിവാക്കി വെക്കുക. ചിന്തിക്കേണ്ട, ഇവൻ എഴുതുമ്പം പോലും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം. സോ ഓവറാൾ ആവറേജ് എത്രയാണ്? 15 ആണ്. സോ 16 എത്ര പ്ലസ് ആണ്? 1 പ്ലസ് ആണ് ഒരാൾക്ക്. സോ +1. അങ്ങനെയാണെങ്കിൽ ഈ 4 മെമ്പേഴ്സ് 15 കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി അവിടെ 1 പ്ലസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് -1 കൊണ്ടുവരുന്നു. എത്ര പേര് ചേർന്ന്? മിസ്സിംഗ് ഉള്ള 4 മെമ്പേഴ്സ് ചേർന്ന്. അപ്പോൾ അവരുടെ ആവറേജ് കിട്ടുക 15 മൈനസ് 1/4 ആണ്. 15 മൈനസ് 1/4 ചെയ്താൽ എത്ര കിട്ടും? 14, 3/4 കിട്ടും. ആക്ച്വലി ഇത് ഇയേഴ്സ് ആണ് അല്ലേ, ഏജ് ആണ്, ഇയേഴ്സ് ആണ്. അപ്പം 14, 3/4 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയും 1 ഇയർ എന്ന് പറഞ്ഞാൽ 12 മന്ത്സ് ആണ്. സോ 3/4 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 3/4 × 12 9 മന്ത്സ് വരും. സോ അപ്പോൾ ആൻസർ കിട്ടുക 14 ഇയേഴ്സ് എന്തായിരിക്കും? 9 മന്ത്സ് ആയിരിക്കും. ഓപ്ഷൻ എന്ത് വരും? 4 വരും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനും അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കൂ, 7 ബോയ്സിൻ്റെ ആവറേജ് 26 ആണ്. ആദ്യത്തെ 3 മെമ്പേഴ്സിൻ്റെ ആവറേജ് 19 ആണ്. ആൻഡ് ലാസ്റ്റ് 3 മെമ്പേഴ്സിൻ്റെ ആവറേജ് 32 ആണ് അല്ലേ? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ബോയ് ഹൂ സിറ്റിംഗ് ഇൻ ദ മിഡിൽ എന്നാണ് ചോദ്യം അല്ലേ? അപ്പം നടുക്കിരിക്കുന്ന ഒരാളുടെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ 7 മെമ്പേഴ്സ് ആണ്. 7 മെമ്പേഴ്സിൻ്റെ ആവറേജ് 26 ആണ്. സോ ഓവറാൾ ആവറേജ് 26 ആണ്. 19 നോക്കുന്നു. 19 എന്ന് പറയുമ്പം 7 മൈനസ് ആണ് അല്ലെ? 26-നേക്കാളും 7 മൈനസ് 3 മെമ്പേഴ്സിന്. സോ 7 × 3 21. 32 എന്ന് പറയുമ്പം 6 പ്ലസ് 3 മെമ്പേഴ്സിന്. 6 × 3 18 പ്ലസ്. സോ ക്യാൻസൽ ചെയ്യുന്നു. -21 + 18 ക്യാൻസൽ ചെയ്താൽ -3 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് ഉള്ള ആൾ 26 കൊണ്ടുവന്നാൽ മതിയോ? പറ്റൂല അല്ലേ? കാരണം ഓൾറെഡി അവിടെ 3 മൈനസിലാണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവൻ എന്ത് കൊണ്ടുവരണം? +3 കൊണ്ടുവരണം. എത്ര ആളാണ് വരുന്നത്? മിസ്സിംഗ് ഉള്ളത് ഒരാളാണ്. സോ അവിടെ ഡിവിഷൻ ഒരാളായതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അപ്പം മിസ്സിംഗ് ഉള്ള ആളുടെ വാല്യൂ 26 + 3. 26 + 3 29 വരും. ഓപ്ഷൻ 3. ഓക്കെ, നോക്കൂ, ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. വാല്യൂസ് മാത്രമേ മാറുന്നുള്ളൂ. 7 മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഈസ് 40. 3 men, 3 women and 1 boy. 3 മെന്നിൻ്റെ ആവറേജ് എത്രയാണ്? 3 മെന്നിൻ്റെ ആവറേജ് 48. 3 വുമൻ്റെ ആവറേജ് തന്നു 44. ബാക്കിയുള്ള ഒരു ബോയിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. 7 മെമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? 40 ആണ്.
ക്ലിയർ. സോ ഓവറാൾ ആവറേജ് നമുക്കറിയും 40 ആണ് അല്ലേ. സോ 40 ബേസ് ചെയ്താൽ മതി. 8 പ്ലസ് 3 മെമ്പേഴ്സിന് 8 × 3 24. 44 4 പ്ലസ് ആണ് 3 മെമ്പേഴ്സിന് 4 × 3 12 പ്ലസ്. സോ ഓൾറെഡി 24 പ്ലസ് 12 36 എക്സസിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് ഉള്ള ആൾ 40 കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് 36 കുറച്ച് കൊണ്ടുവരുന്നു. ഒരാളാണ്, അതുകൊണ്ട് ജസ്റ്റ് എഴുതണമെന്നില്ല, ബൈ 1 എഴുതിയെന്നേ ഉള്ളൂ. സോ ആൻസർ വരിക 40 - 36 അല്ലേ. എത്ര കിട്ടും? 4 ഇയേഴ്സ് കിട്ടും. ഈവൻ ഇതിപ്പം നമ്മൾ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതി ചെയ്യുകയാണ്, നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ്, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറാൾ ആവറേജ് 40 ആണ് അല്ലേ. 48 എന്ന് പറയുമ്പം 8 പ്ലസ് ആണ്. 8 × 3 24 അവിടെ പ്ലസ് ആയി. ഇവിടെ 44 എന്ന് പറയുമ്പം 4 പ്ലസ് 4 × 3 12 പ്ലസ് ആയി. സോ 36 ഓൾറെഡി പ്ലസ് ആയി. അങ്ങനെയാണെങ്കിൽ വരുന്ന ആളുടെ വാല്യൂ 40 - 36 4 എന്ന് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു എഴുതുന്നത് ഒഴിവാക്കി വായിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോബ്ലം സോൾവ് ചെയ്യണം. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം കേട്ടോ. പെട്ടെന്ന് മാറാവുന്നതേ ഉള്ളൂ അതൊക്കെ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റീപ്ലേസ്മെന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ അവിടെ വന്നേ ഉള്ളൂ. ഞാനപ്പം ഇവിടെ നമുക്ക് കോൺസെപ്റ്റ് എന്ന് പറയാം. ഇപ്പം റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ വാക്യം തന്നെ ഉണ്ടല്ലേ, ഒരാൾക്ക് പകരം മറ്റൊരാൾ പോകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABCD 4 ആള്. ഓക്കെ, 4 ആൾക്കാരുടെ ആവറേജ് 30 ആണ്. BCDE ആവറേജ് 32 ആണ്. ഇതൊരു റീപ്ലേസ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. കാരണം ആദ്യത്തെ ടീം ABCD ആണ്, രണ്ടാമത്തെ ടീം BCDE ആണ്. അപ്പം എന്താ സംഭവിച്ചത്? എയ്ക്ക് പകരം ആര് വന്നു? E വന്നു. എയ്ക്ക് പകരം E വന്നപ്പം ആവറേജ് എന്തു കൂടി? 2 കൂടി അല്ലേ. ആവറേജ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആവറേജ് എന്നുള്ള വേർഡ് എന്തിനു വേണ്ടിയുള്ളതാണ്? അവിടെയുള്ള എല്ലാവർക്കും അല്ലേ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈമാണ് എന്ത്? ആവറേജ്. ആവറേജ് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും എന്ത് കൂടും? 2 വെച്ച് കൂടും. ആവറേജ് 5 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും അറ്റ് എ ടൈം എന്ത് വെച്ച് കുറയുന്നുണ്ട്? 5 വെച്ച് കുറയുന്നുണ്ട്. അതാണ് അതിന്റെ മീനിങ്. അപ്പം ഇവിടെ നോക്കൂ, 2 ടീമിലും എന്ത് കോമൺ ആണ്? BCD കോമൺ ആണ്. എയ്ക്ക് പകരം ആര് വന്നു? E വന്നു. ആവറേജ് എന്തു കൂടി? 2 കൂടി. പണ്ട് 30 ഉണ്ടായിരുന്ന ആവറേജ് ഇപ്പം എന്തായി? 32 ആയി. എത്ര പ്ലസ് ആയി? 2 പ്ലസ് ആയി. എത്ര പേർക്ക് 2 പ്ലസ് ആയി? Bക്ക് കൂടി, Cക്ക് കൂടി, Dക്ക് കൂടി, Eക്ക് കൂടി. അപ്പം 4 പേർക്ക് 2 കൂട്ടാൻ നമുക്ക് എന്ത് വേണ്ടി വരും? 4 × 2 8 വേണ്ടി വരും. അതിനർത്ഥം എനേക്കാളും ഈൻ്റെ കയ്യിൽ എന്ത് പ്ലസ് ആയിരിക്കും? 8 പ്ലസ് ആയിരിക്കും. എൻ്റെ വാല്യൂ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ വാല്യൂ 50 ആണെങ്കിൽ ഈൻ്റെ വാല്യൂ എന്തായിരിക്കും? 58 ആയിരിക്കും. ക്ലിയർ? അതാണ് റീപ്ലേസ്മെന്റിന്റെ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾ നോക്കൂ. ABCD ആവറേജ് 30 ആണ്. എൻ്റെ വാല്യൂ 40 ആണ്. ഈൻ്റെ വാല്യൂ 20 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ABCDന്റെ ആവറേജ് 30, എയ്ക്ക് പകരം 20 kg വെയിറ്റ് ഉള്ള E വരുന്നു. പുതിയ ആവറേജ് എന്തായിരിക്കും വരിക? നോക്കൂ, എന്റെ കയ്യിൽ 40 ഉണ്ട്, വരുന്ന ഈൻ്റെ കയ്യിൽ എന്തേ ഉള്ളൂ? 20 ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എ പോയിട്ട് ഈ വരുമ്പം ടീമിന് ലാഭമാണോ നഷ്ടമാണോ? അല്ലേ. 40 പോയിട്ട് പകരം വരുന്നവന്റെ കയ്യിൽ എന്തേ ഉള്ളൂ? 20 ഉള്ളൂ. ലോസാണ്. എന്തിൻ്റെ ലോസ് വരും? 20ന്റെ ലോസ് വരും. ആ ഒരു 20ന്റെ ലോസ് എന്ത് ചെയ്യണം? അവിടെയുള്ള എല്ലാ ടീം മെമ്പേഴ്സും കൂടി സഹിച്ചേ പറ്റൂ. 20ന്റെ ലോസ് 4 ആൾക്കാർ ഈക്വലി ഷെയർ ചെയ്യുന്നു. 20ന്റെ ലോസ് 4 ആൾക്കാർ ഷെയർ ചെയ്യുമ്പം 5 വെച്ച് കുറയും അല്ലേ. സോ പഴയ ആവറേജ് 30 ആണെങ്കിൽ പുതിയ ആവറേജ് എന്തായിരിക്കും വരിക? 30 - 5 എന്ത് വരും? 25 വരും. സോ അതാണ് ബേസിക്കലി റീപ്ലേസ്മെന്റിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇത് നമുക്ക് വളരെ ഡെപ്തിൽ കൊണ്ടുപോകാം, ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ NDPCയിൽ നിങ്ങൾ പേടിക്കണ്ട, വലിയൊരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വരാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, നോക്കൂ, ആവറേജ് ഏജ് ഓഫ് 10 person increased by 2 when 1 person of age 40 replaced by new person അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? 40 വയസ്സുള്ള ഒരാൾക്ക് പകരം വേറെ ഒരാൾ വരുമ്പം 10 പേഴ്സൺസിൻ്റെ ആവറേജ് എന്ത് കൂടി? 2 years കൂടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10 പേർക്ക് 2 വെച്ച് കൂട്ടി എന്നാണ് പറയുന്നത്. അതിനർത്ഥം 10 പേർക്കും 2 വെച്ച് കൊടുത്തിട്ടുണ്ടാവും. 10 പേർക്ക് 2 വെച്ച് കൊടുക്കണമെങ്കിൽ തന്നെ എന്ത് വേണ്ടി വരും? 10 × 2 20 എക്സ്ട്രാ വേണ്ടി വരും. ആ ഒരു 20 എക്സ്ട്രാ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഒരു എക്സ്ചേഞ്ച് വഴിയാണ്. കാരണം 40 പോയിട്ട് വേറൊരുത്തൻ വരുമ്പോഴാണ് നമുക്ക് അവിടെ 20 എക്സ്ട്രാ കിട്ടുന്നത്.
സോ പോയ ആളുടെ വാല്യൂ 40 ആണെങ്കിൽ വന്ന ആൾക്ക് 20 എക്സസ് ആയിരിക്കും. സോ വന്ന ആളുടെ വാല്യൂ 40 + 20 എത്ര കിട്ടും? 60 കിട്ടും. അതാണ് റീപ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 8 പേഴ്സൺസിന്റെ ആവറേജ് 2.5 കൂടി അല്ലേ? അപ്പം 8 പേഴ്സൺസിന് 2.5 കൂട്ടാൻ തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും? 8 × 2.5 20 വേണ്ടി വരും അല്ലേ? എപ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത് നോക്കിയേ. 56 kg വെയിറ്റ് ഉള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വരുമ്പം സോ പോയ ആളെക്കാളും വന്ന ആളുടെ കയ്യിൽ 20 കൂടുതലായിരിക്കും. സോ പോയ ആളുടെ വാല്യൂ 56 ആണെങ്കിൽ വന്ന ആളുടെ വാല്യൂ എന്തായിരിക്കും വരിക? 76 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആവറേജ് of the mark obtained by max in 5 students is 50. Later it was realized that mark obtained by 1 student is read as 84 thought it was originally 48. Find the correct average. അപ്പം ഒരു കുട്ടീൻ്റെ മാർക്ക് നമ്മൾ അറിയാണ്ട് 84 എന്ന് എഴുതി. ആക്ച്വലി മാർക്ക് എത്രയായിരുന്നു? 48 ആണ്. കറക്റ്റ് ആവറേജ് ആണ് അല്ലേ? നോക്കൂ, 5 സ്റ്റുഡൻസിൻ്റെ ആവറേജ് അവർ 50 തന്നു. ശരിക്കും ഈ 50 എന്നുള്ള ആവറേജ് തെറ്റാണ്. കാരണം ഇതിൽ ഒരു കുട്ടീൻ്റെ മാർക്ക് റോങ് ആയിട്ടാണ് നമ്മൾ എൻട്രി ചെയ്തത്. അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? കറക്റ്റ് ആവറേജ് കിട്ടുകയുള്ളൂ. അപ്പം ശരിക്കും ഈ ഒരു 50 എന്ന് പറയുന്ന ആവറേജ് 50 എന്നുള്ള ആവറേജ് കിട്ടിയത് 84 ഇട്ടിട്ടാണ്. ശരിക്കും കുട്ടീൻ്റെ മാർക്ക് 84 ആണോ? അല്ല, ശരിക്കും ആൾക്ക് എന്തേ ഉള്ളൂ? 48 ഉള്ളൂ. സോ നമ്മളിവിടെ റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. 84നെ കട്ട് ചെയ്തിട്ട് പകരം അവിടെ ആരെ വെക്കുന്നു? 48 വെക്കുന്നു. 84ന് പകരം 48 വരുമ്പം നമുക്ക് നഷ്ടമാണ് അല്ലേ? എത്ര ലോസ് വരുന്നുണ്ട്? 84ഉം 48ഉം തമ്മിലുള്ള ഡിഫറൻസ് 36 ആണ്. സോ 36ൻ്റെ ഷോർട്ട് അവിടെ വരും. സോ ഡെഫിനറ്റ്ലി ആ 36ൻ്റെ ഷോർട്ട് അവിടെയുള്ള 5 പേരും കൂടി ഷെയർ ചെയ്യണം. 36/5 ചെയ്താൽ എന്ത് കിട്ടും? 7.2 കിട്ടും. സോ നമ്മളെ ആവറേജ് വരിക, കറക്റ്റ് ആവറേജ് വരിക 50 - 7.2. 50 - 7.2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 42.8 കിട്ടും. ക്ലിയർ? സോ ഈ 3 കോൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. കുറച്ച് ലിമിറ്റഡ് ക്വസ്റ്റ്യൻസേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പം ഈ 3 കോൺസെപ്റ്റാണ് മേജറായിട്ടുള്ളൊരു ഏരിയ. ഇത് മാത്രമല്ല, ഇനിയും പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഏരിയാസാണ് നമ്മൾ ഈ പറഞ്ഞത്. 1 ഓവറാൾ ആവറേജ്, 2 മിസ്സിംഗ് ആവറേജ്, 3 റീപ്ലേസ്മെൻറ്റ്. ഈ 3 ഏരിയ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.